ഓം ശ്രീ മഹാഗണപതേ നമഃ. ശ്രീ സരസ്വതേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. നമ്മള് ഇന്ന് ശ്രീമദ് ഭാഗവതം 6-ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ദശമസ്കന്ധത്തിലെ 70-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണന്റെ ദൈനംദിന കാര്യങ്ങളുടെ വർണ്ണനമൊക്കെയാണ് വായിച്ചപ്പോൾ. അപ്പം അടുത്ത 71-ാം അധ്യായത്തിലേക്കാണ് പോവുക. അപ്പം ആ 70-ാം അധ്യായം വായിച്ചപ്പോൾ പുതിയൊരു നമ്മളുടെ ഗ്ലോസ്കൃതം മോഡൽ അനുസരിച്ച് ജ്ഞാനശക്തി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ പ്രജ്ഞാനം ബ്രഹ്മ എന്ന പദത്തിൽ നിന്ന് നമ്മൾ ജ്ഞാനശക്തിയെ ബ്രാഹ്മണൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ശ്രീകൃഷ്ണന്റെ ആ ഒരു ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യുധിഷ്ഠിരന്റെ രാജസൂയത്തിനുള്ള കോപ്പുകെട്ടലിന് വേണ്ടിയിട്ട് അതിന് ചില കഥ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു അതിൽ നമ്മൾ കുറച്ച് വ്യത്യാസം വരുത്താം. അമ്മൂമ്മ കഥകൾ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്ന് പറഞ്ഞതിൽ നമ്മളിങ്ങനെ അമ്മൂമ്മ കഥകൾ അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുവിനെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകത്തിലാണ് അത്. ഞാൻ അത് ശരിക്കും അങ്ങനെയാണെന്നാണ്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തിയാണ് ഈ ത്രിഗുണങ്ങളുടെ മറ്റൊരു റെപ്രസെൻറ്റേഷനാണ്. നമ്മളിപ്പോൾ സത്വഗുണത്തെയാണ് ജ്ഞാനശക്തി എന്ന് വിളിക്കുന്നത്. അപ്പം അത് പക്ഷെ പ്രജ്ഞാനമാണ്, പ്രായോഗിക ജ്ഞാനമാണ് എന്ന ഒരു പുതിയ നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതായത് പുതിയ നിഗമനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായോഗിക ജ്ഞാനം ആണ് ക്രിയാശക്തി എന്ന ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഒരു ആറ്റം അനലൈസ് ചെയ്യുമ്പോൾ സെൻട്രൽ ആറ്റം, പിന്നെ ചുറ്റും കുറേ വാലൻസ് കുഴികൾ, അതിൻ്റെ അകത്ത് കുറേ ഇലക്ട്രോണുകൾ. അപ്പം ക്ഷീണബലം ഇലക്ട്രോണുകളുടെ ഒരു കുഴിയിൽ നിന്ന് കയറി ആ ഒരു ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു സ്വഭാവമാണ്. അതാണ് ക്രിയാശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ്. അപ്പം അതിനാണ് ഏറ്റവും കൂടുതൽ ബലം ആവശ്യം വേണ്ടതെന്നാണ്. ഈ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയന്റെ ആണ് ഒരു ഇച്ഛാശക്തി. അതിന് ചുറ്റും ഒരു കോൺസ്ട്രക്റ്റിന്റെ ഒരു ഇച്ഛാശക്തി, ഡിവൈൻ വിൽ എന്നൊക്കെ പറഞ്ഞ ഒരു വിൽ പവർ ഉണ്ടാവും. ആ വിൽ പവറിന് അത്രയും ബലം ഇല്ല എന്നാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ വൈശ്യന്റെ വകയാണ് ഈ പറഞ്ഞ കുഴി ക്രിയേഷൻ, ഗ്രാവിറ്റി ഫോഴ്സ്, ബാലൻസിൽ ഗ്രാവിറ്റി ഉണ്ടാക്കും. അപ്പൊ ഈ ഗ്രാവിറ്റി, വൈശ്യന്റെ ഗ്രാവിറ്റി അതിജീവിച്ച് വേണം ക്ഷീണബലത്തിന് മറ്റ് ഇലക്ട്രോണുകളുമായി ചേർന്ന് ഒരു ഒക്ടഡ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഈ പറയണ ഹൈഡ്രജൻ ആണെങ്കിൽ H2 അല്ല, അവൻ ഒക്ടഡ് ഇതല്ല, അവൻ കോവാലൻസിക് എന്നൊക്കെ പറഞ്ഞ കാര്യമുള്ള അതിൻ്റെ ഏറ്റവും പ്രൈമൽ ഇതാണല്ലോ ഈ പറഞ്ഞ വീക്ക് വാണ്ടർ വാൾ ഫോഴ്സസ്, കോവാലന്റ് ബോണ്ടിൻ്റെ. അപ്പൊ ഈ കുഴിയിൽ നിന്ന് കയറി, ഗ്രാവിറ്റിയുടെ കുഴിയിൽ നിന്ന് കയറി വേണം ഒക്ടഡ് പൂർത്തിയാക്കാൻ. അപ്പൊ അതുകൊണ്ട് ക്രിയാശക്തിയാണ് പ്രജ്ഞാനം അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാനം എന്ന നിഗമനത്തിലേക്കാണ് നമ്മൾ ഇപ്പം എത്തുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋഗ്വേദത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ കർമ്മങ്ങളാണ്, കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ പക്ഷെ അതിനൊക്കെ ഈ പറഞ്ഞ അലങ്കാരം, ഓർണമെന്റൽ പരിപാടികൾക്കൊക്കെ ഒരുപാട് നമ്മൾ ഈ വീട് പണിയൊക്കെ നടത്തുമ്പോൾ ഈ വീട് പെട്ടെന്ന് കെട്ടിപ്പോവും. എന്നിട്ട് വാർത്ത കഴിയുമ്പോൾ പിന്നെ ഈ ഓർണമെന്റൽ കാര്യങ്ങൾക്കാണുള്ളതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഒരുപാട് എൻ്റെ ഭംഗിപ്പണികൾ കാണാം. ബ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം
അത് ബ്യൂട്ടി, മറ്റേത് വശിത്വം. എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ഈ ഇൻഡസ്ട്രിയസ്നെസ്, അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുന്നത്, അത് ക്രിയാശക്തിയുടെ ആ ഒരു ബ്യൂട്ടിയാണ്. വശിത്വം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്, കുഴി പ്ലാനിങ് ആണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു തരംതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ബ്യൂട്ടി വ്യത്യാസമുണ്ട്. വശിത്വത്തിനെക്കാട്ടിലും പവറാണ് ബ്യൂട്ടിക്കുന്ന. അപ്പൊ 40% നമ്മൾ സത്വഗുണം എന്ന് പറഞ്ഞത്. അപ്പൊ അത് സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് അതിന് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കാനുണ്ട്. ലീസ്റ്റ് റെസിസ്റ്റന്റ് പാത്തുകളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ഈ പറഞ്ഞ സത്വഗുണം സഞ്ചരിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ വരാം. ലോകം മുഴുവൻ ഒരു ഓം എന്ന് പറഞ്ഞ അതാണ് ലോകം മുഴുവൻ പ്രശ്നങ്ങളുടെ ഒരു ഓങ്കാരം ബിന്ദു സംയുക്തം നിത്യന്ധ്യായന്തി യോഗിന മതം മോക്ഷം നിസ്മാത് ഓങ്കാരായ നമോ നമ എന്ന് പറഞ്ഞ എല്ലാ വിധത്തിലുള്ള ഓങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ റെസിസ്റ്റൻസിന്റെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ ഒരു യൂണിറ്റും കൂടിയാണല്ലോ മോഡേൺ സയൻസ് വെച്ചോ. അപ്പൊ ഓരോരോ പ്രശ്നങ്ങളെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ വിട്ട് അതിൻ്റെയൊക്കെ എവിടെയൊക്കെ ഇടയിൽ കൂടിയുള്ള ഒരു മാർഗത്തിലൂടെ കഷ്ടപ്പെട്ട് അത് കൂടുതൽ എനർജി ആവശ്യമാണെന്നാണ് ക്ഷത്രിയന്റെ വൈശ്യന്റെ ഇതൊക്കെ പറഞ്ഞ എല്ലാ വിധത്തിലുള്ള അതിനെ ഓവർകം ചെയ്ത് പോകും. അപ്പൊ നമ്മള് നിയത്ത മുതൽ നമ്മൾ ഗ്ലോസ്കൃതം ഘരാന പറഞ്ഞ അല്ലെങ്കിൽ ഗ്ലോസ്കൃതം കൺസ്ട്രക്റ്റിൽ ബ്രാഹ്മണന്റെ ആണ് ക്രിയാശക്തി, ക്ഷത്രിയന്റെ ഇച്ഛാശക്തിയാണ്. ഈ പറഞ്ഞ പടയാളികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കൺസ്ട്രക്ട് ഒരു ഡിസൈൻ ഉണ്ടാവും ക്ഷത്രിയന്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം. ഇച്ഛാശക്തിയിൽ ഈ ക്ഷത്രിയന്റെ ചിലയിടത്ത് ആ ഇച്ഛാശക്തി അല്ലാത്തടത്ത് ഈ പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാവുമല്ലോ. ഈ ബ്ലൈൻഡ് സ്പോട്ടുകളിലാണ് ഈ നമ്മൾ ഇന്റർഫറൻസിന്റെ ഒക്കെ ഒരു റിഫ്രാക്ഷനോ എന്താണ് അതിൻ്റെ ഈ പറഞ്ഞ ആവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഡിഫ്രാക്ഷൻ. അതിൻ്റെയൊക്കെ ഇത് എടുക്കുമ്പോൾ ഈ കറുപ്പും വെളുപ്പും മാറിയാണല്ലോ അതിൻ്റെ ഈ സർക്കിളുകൾ ഇങ്ങനെ ഫോം ചെയ്യുക. അപ്പൊ ചിലയിടത്ത് ആ ക്ഷത്രിയന്റെ ഇച്ഛാശക്തി എത്താത്തടത്തൊക്കെ ഗ്രാവിറ്റി പവർ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എത്താത്തടുത്ത് നൈറ്റ് ഗ്രാവിറ്റി, അത് വൈശ്യന്റെ ഏരിയ ആണെന്ന്. പക്ഷെ ഈ തമോ ഗുണത്തിലാണ് ജ്ഞാനം കിടക്കുന്നത് എന്ന് പറയുന്ന സങ്കല്പമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്ന ഒരു പരിപാടി. അതായത് ജ്ഞാനം തമോ ഗുണത്തിലാണ്. തമോ ഗുണം എന്ന് പറയണത് ഈ പറഞ്ഞ മാതിരി ഇമാജിനേഷനാണ്. ഇച്ഛാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലാണ്. വില്ലിന് ഇമാജിനേഷനെക്കാട്ടിലും കൂടുതൽ പവറുണ്ട്. പക്ഷെ ആക്ച്വൽ ക്രിയ ചെയ്യുന്നതിന് എന്തുണ്ട്? ഈ പറയുന്ന വിൽ പവറിനെക്കാട്ടിലും പവർ ഉണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇനി മുതൽ നമ്മളുടെ ഗ്ലോസ്കൃതം ഈ പറയുന്ന മോഡലിൽ നമ്മൾ വരുത്തുന്ന ഇംപ്രൂവ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണൻ ആണ് ക്രിയാശക്തിയുടെ അധിപൻ. ക്ഷത്രിയൻ ഇച്ഛാശക്തിയാണെങ്കിൽ വൈശ്യനാണ് ജ്ഞാനശക്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിലാണ് ജ്ഞാനം വേണ്ടത്. മറ്റേ റെസിസ്റ്റൻസിന് ഇമാജിനേഷനെ സ്ക്വയർ അപ്പ് ചെയ്ത് എന്തെങ്കിലും ഡ്രാമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തത്വമസി ആർട്ട് തമോ ഗുണത്തിൻ്റെ അത് നമ്മൾ ഈ പറയണ നാളേക്കുള്ള സ്വപ്നങ്ങൾ, നാളെയുടെ സ്വപ്നങ്ങൾ, ഹാർഡ് റിയാലിറ്റീസ് നിലത്തുകളാണ് ബ്രാഹ്മണൻ ആലോചിച്ചപ്പോൾ അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ഇങ്ങനെ എല്ലാത്തിനും ഒഴിവാക്കി പോവാം. പിന്നെ ക്ഷത്രിയന്റെ വിൽ പവറാണ്. അത് ഈ പറയുന്ന കീർത്തനം, ശ്രവണം. ഈ പറഞ്ഞ ശ്രവണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രവിക്കും. ബ്രാഹ്മണനാകുമ്പോൾ ഈ പറഞ്ഞ എല്ലായിടത്തും ഈ പറഞ്ഞ കീർത്തനങ്ങൾ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട്
ആ കീർത്തനങ്ങളുടെ ഇടയിൽ കൂടെ അവരുടെയൊക്കെ ഓരോ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ കീർത്തനകാരന്മാരുടെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പലപ്പോഴും പ്രതിഫലിക്കാം. അപ്പൊ അതില്ലാണ്ട് ഇടയിൽ കൂടെ ഇവരുടെ കാര്യങ്ങൾ ഇവർ നടത്തിയെടുക്കുമ്പോൾ അതിനെ അതിജീവിക്കുന്ന ഒരു പവറുണ്ട് ബ്രാഹ്മണത്തിന്. അപ്പൊ അങ്ങനെയാണ് ക്ഷീണതലത്തിന് ശക്തയവാദം അലങ്കാരത്തിന്റെ ആ ഒരു എന്താണ് അലങ്കാരികതയും കൂടെ അതിൻ്റെ അകത്ത് വരുന്നു എന്നാണ്. കാരണം നമ്മൾ വേദാംഗം എടുക്കുമ്പോൾ ശക്തയവാദത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അലങ്കാരികതയാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ ഡിസ്പ്യൂട്ടിനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യോതിഷമല്ലേ അവിടെ കൂടുതൽ സൂട്ടാവുക എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. കാര്യം ശക്തയവാദം കൂടുതൽ വേദാംഗമായ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ പോവുക. അതുപോലെ തന്നെ ത്രസ്റ്റ്, ഉച്ചാരണത്തിലെ ത്രസ്റ്റ്, ഉച്ചാരണത്തിൽ നമ്മളിങ്ങനെ ഇത് പറയുമല്ലോ ശിക്ഷ എന്ന് പറയുന്ന ഒരു വേദാംഗം, അത് ഓക്കെ, അതിന് കുഴപ്പമില്ല. അത് എന്താണ് വിൽ പവറിന്റെ ഭാഗമാണ് എവിടെ ത്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അവിടെ ശിക്ഷയല്ല, യോഗമാർഗം. യോഗമാർഗത്തിലും ഈ പറഞ്ഞ മാതിരി നമ്മളത് തമോ ഗുണത്തിന് അത് യോഗമാർഗം അസ്യൂം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കാരണം ഈ പറഞ്ഞ അഷ്ടാംഗ യോഗം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു എന്താണ് ഒരു ഇമാജിനേഷനുള്ള രസം. അപ്പം അത് തമോ ഗുണത്തിൻ്റെ ഒരു രഹസ്യം ഉണ്ട് അതിൻ്റെ അകത്ത് യോഗമാർഗത്തിൽ. അപ്പം അത് നമുക്ക് നാളത്തെക്കുറിച്ചിട്ടുള്ള ആ ഒരു രസകാരിയായ കാഴ്ചപ്പാടൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ യോഗമാർഗം ഈ പറഞ്ഞായിരുത്തമാണ്. പക്ഷെ ജ്യോതിഷം എന്ന് പറയുന്ന വേദാംഗം അത് നമ്മൾ ഈ പറഞ്ഞ ഇന്നത്തെ വായനയുടെ ഒരു ഇതായിട്ട് നോക്കിയിട്ട് നമുക്കത് പിന്നെ അതായത് ഈ ശാക്തേയവാദം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൊടുത്തേക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാഖ്യമാണ് വൈഷ്ണവമെങ്കിൽ സാഖ്യചിന്ത, സാഖ്യദർശനത്തിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഛന്ദസ് എന്ന് പറഞ്ഞ സാധനം, ഛാന്ദാസ്. പക്ഷെ നിരുക്തം എന്ന് പറയുന്ന വേദാംഗമാണ് നമ്മൾ ശാക്തേയവാദത്തിന് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ഇവിടുന്ന് നിരുക്തം എന്ന് പറയുന്ന വേദാംഗത്തെ നമ്മൾ ഈ എന്തിലോട്ട് മാറ്റുന്നു? നിരുക്തം എന്ന് പറയുന്ന വേദാംഗത്തെ നമ്മൾ അലങ്കാരികത, ഈ പറഞ്ഞ മറ്റേ അലങ്കാരികതയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വേറൊരു പ്രശ്നമുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലങ്കാരപ്പണികൾക്ക് കൂടുതൽ എന്ത് വേണം? കൂടുതൽ എഫർട്ട് വേണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത്രയും എഫർട്ട് വേണ്ട ജ്യോത്സ്യത്തിന് എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് അലങ്കാരികത തന്നെയാണ് ശക്തേയവാദം എന്നെടുക്കേണ്ടി വരും. ബ്യൂട്ടി എന്ന് പറയുന്ന സങ്കല്പം കൂടെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് അവിടെ ഇപ്പോൾ തൽക്കാലം അതിൽ മാറ്റങ്ങളൊന്നും വേണ്ട. അവ അലങ്കാരം നിരുക്തം എന്ന് പറയുന്നത് ശക്തേയവാദം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ തന്നെ നമുക്ക് വീണ്ടും ഉറച്ചു നിൽക്കാം. ജ്യോതിഷം തമോ ഗുണത്തിന്റെ ഭാഗമാണ്. നാളത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത ജ്യോതിഷത്തിലാണ്. ജ്യോതിഷമാണ് നാളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അലങ്കാരങ്ങളിൽ നിലക്കണ്ട പിക്ചറാണ്, നിലക്കണ്ട ഒരു വിഷന്റെ ഒരു അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് ശക്തേയവാദത്തിന്റെ ക്രിയാശക്തിയുടെ ഭാഗമായിട്ട് വരും. ജ്യോതിഷം കുറച്ചും കൂടെ ജ്ഞാനമാർഗത്തിന്റെ ഭാഗമായിട്ട് വരും. ജ്ഞാനമാർഗമാണ് ഈ പരിണാമമൊക്കെ. അതായത് പക്ഷി പറന്നു ചെന്ന് ഫലം കൊത്തി തിന്നണു എന്ന് പറയുന്നത് മറ്റേ അതും. പക്ഷെ ഭക്തിമാർഗവും ജ്ഞാനമാർഗവും ഇവിടെ
സംയോജിക്കുന്ന ഒരു പരിപാടിയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഭക്തിജ്ഞാന വിരാഗങ്ങൾ എന്നാണ് 3 കാര്യങ്ങൾ പറയുന്നത്. ഭക്തിയും ജ്ഞാനവും വിരാഗവും. ജ്ഞാനം എന്ന് പറയണത് ഭക്തിമാർഗം തന്നെയാണ്. അല്ല, ഭക്തിജ്ഞാന വിരാഗം. അപ്പൊ അതിൽ നമ്മളിവിടെ ഭക്തി എന്ന് പറയുന്നത് നമ്മളിവിടെ അവിടെയാണ് അവിടെ ചെറിയ വ്യത്യാസം വീണ്ടും വരുന്നത്. ഈ ഇപ്പൊ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഭക്തിജ്ഞാന വിരാഗങ്ങളിൽ ജ്ഞാനമാർഗം നമ്മൾ ഭക്തിമാർഗമാണ് അലങ്കാരികത, സത്വഗുണം ഭക്തിമാർഗമാണ് എന്നുള്ള ഒരു വ്യത്യാസം കൂടെ ഇവിടെ വരുന്നുണ്ട്. ശക്തി എന്ന് പറയുന്നത് ഭക്തിമാർഗത്തിലാണ്. അപ്പൊ അത് സത്വഗുണം, അത് നമ്മളുടെ കുറച്ചും കൂടെ എന്ത് വരുന്നുണ്ട്, ഈ പറയുന്ന നമ്മളുടെ കോൺസെപ്റ്റുകൾക്ക് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. കാര്യം ഭക്തിമാർഗത്തിലാണല്ലോ ഈ സത്വഗുണമായിട്ടുള്ള ആളുകളാണല്ലോ പ്രധാനമായിട്ടും ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ അതിൽ ജ്ഞാനമാർഗം ഇമാജിനേഷൻ ആകുമ്പോൾ ഭക്തിമാർഗം എന്ന് പറയുന്നത് സത്വഗുണമാണ്. ഈ പറയണ ജ്ഞാനമാർഗം തമോ ഗുണമാകുമ്പോൾ ഭക്തിമാർഗം എന്ന് പറയുന്നത് സത്വഗുണമാണ് എന്ന് പറയുന്ന ഒരു ചേഞ്ചും കൂടെ ഇവിടെ നമ്മൾ വരുന്നുണ്ട്. ശാക്തേയവാദവും വൈഷ്ണവൈസവും ഭക്തിമാർഗത്തിലെ ധാരകളായിട്ട് നമ്മളിവിടെ കണക്കാക്കേണ്ടി വരും. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഒരു മാറ്റം കൂടെ വരുത്തുന്നുണ്ട് ഗ്ലോസ്കൃതത്തിന്റെ മോഡല്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് സത്വഗുണം ആണ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുകയാണ്. പിന്നെ അലങ്കാരികത, പാസ്റ്റ് മെമ്മറീസ്, അതൊക്കെയാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മൾ മുമ്പോട്ട്. ബ്രാഹ്മണൻ, ലിസ്റ്റ് റെസിസ്റ്റന്റ് പാത്ത് എന്നൊക്കെ പറഞ്ഞ മാതിരി ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഉണ്ടാക്കണവര്, അത് വശിത്വമാണ് എന്ന് പറയാം. ആ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ അർത്ഥം എന്ന് പറയുന്നതാണ് ഈ ഫോർച്യൂൺ എന്നൊക്കെ പറയുന്നത് തമോ ഗുണം. അതിന് പ്രശ്നമൊന്നുമില്ല. ജ്ഞാനമാർഗം വശിത്വമാണ്. പരിണാമത്തിന്റെ രസങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് എടുക്കുന്ന ഒരു സംഗതി അവിടെ വരുന്നുണ്ട്. അപ്പൊ ഡ്രാമ, തത്വമസി ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മളിവിടെ ഭക്തിമാർഗത്തെ സത്വഗുണവും ജ്ഞാനമാർഗത്തെ എന്തുവാക്കുന്നു, ജ്ഞാനമാർഗത്തെ നമ്മൾ വൈശ്യഗുണവുമായിട്ടിനി ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ ഒരു വശിത്വം എന്ന് പറയുന്നതാണ് ജ്ഞാനമാർഗം എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ അതില് മനനം ആണ് ഈ പറഞ്ഞ ഇതിന്റെ ജ്ഞാനമാർഗത്തിന്റെ അടിസ്ഥാനം മനനമാണ്. പക്ഷെ അത് ഏറ്റവും സ്പീഡാണ്, മനസ്സിന് ഏറ്റവും സ്പീഡ് കൂടുതലാണ്. പക്ഷെ ഏറ്റവും ശക്തി കുറഞ്ഞത് ഇമാജിനേഷൻസിന്. അത് 4 മനനം, 4 ആണ് എന്ത് സനകാധിപന്മാരുടെ ഇത് പറയുന്നത്. സത്വഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മണിസം ആണ്. പിന്നെ ക്ഷത്രിയത്വം എന്ന് പറയുന്നത് ലിവിങ് ഇൻ ദ പ്രസന്റ്, ഇച്ഛാശക്തിയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്താണ്, ഈ ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു സംഗതി. ഇച്ഛാശക്തിയാണ് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ള ഒരു തത്വചിന്തയാണ് ഇവിടെ ഉള്ളത്. ഗ്രാവിറ്റിയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന 2 സംഗതികളും കൂടെ അത് നമ്മളുടെ ഇത്തവണത്തെ ഒരു അപ്ഡേറ്റിൽ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പം അതും കൂടെ നമ്മൾ ഇത്തവണ ഗ്ലോസ്കൃതം മോഡലിലെ ചെറിയ ഒരു അപ്ഡേറ്റ് ആണത്. അത് ഇനിയുള്ള കാലങ്ങളിൽ അത് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മളതിനെ കണക്കാക്കുക. അപ്പം അതൊന്നും ഇവിടെ നമ്മളൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. മുഖ്യം സായിരാം. നമ്മളിനി സർവത്ര ഗോവിന്ദനാഥ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പിന്നെ നമ്മൾ 74ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാൻ പോവാണ്.
അപ്പൊ ഇത്തവണത്തെ ഭാഗസുത്താത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വശം ഇതാണ് നമ്മൾ കണ്ടെടുത്ത ആ മടലിലെ ചെറിയ റീഅലൈൻമെന്റ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ മോഡലിൽ ഒരു റീഅലൈൻമെന്റ് കഴിഞ്ഞാണ് കഴിഞ്ഞത്, കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റീഅലൈൻമെന്റ് ആണ് നമ്മളിവിടെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കൂടെ വന്ന് പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ, പ്രായോഗിക ജ്ഞാനം എന്ന് പറയുന്നത് ആക്ച്വലി ഭക്തിമാർഗമാണ്, അത് ക്രിയാമാർഗമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പരിപാടി. അത് ബ്യൂട്ടിയാണ്. കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ അത് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സാധനം കൂടിയാണത്. ക്ഷത്രിയന് ഇച്ഛാശക്തിയുണ്ട്, അത് എഫിഷ്യൻസി കൂടിയ മാർഗമാണ്. ഇച്ഛാശക്തിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാനിട്ട് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഉറച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നിൽക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ തെറിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യക്കാർ കണ്ടുപിടിച്ചൊരു കാര്യം പറയുമല്ലോ, സോപ്പ് വെട്ടിയുണ്ടാക്കിയപ്പോൾ ഇടയ്ക്കൊരു ചെറിയ സോപ്പ് വെട്ടികൾക്ക് ചില ഡിഫക്റ്റുകളുണ്ട്. അതായത് സോപ്പില്ലാണ്ട് ചില സോപ്പ് വെട്ടികൾ വരുന്നുണ്ട്, ചില കവറുകൾ സോപ്പ് നിറയ്ക്കാൻ വിട്ടു പോകണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ഫാൻ വെച്ചു. അപ്പോൾ അവർ വെച്ചപ്പോൾ സോപ്പില്ലാത്ത ഇതൊക്കെ എന്ത് ചെയ്തു, തെറിച്ചുപോയി. സോപ്പ് വെട്ടികളൊക്കെ കടലാസിൻ്റെ കവറുകളൊക്കെ തെറിച്ചുപോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ ഉറച്ചു നിൽക്കണ അതൊക്കെ, അത് ക്ഷത്രിയൻ്റെ ആർമി സെറ്റപ്പിൻ്റെ ഒരു സൂചകം കൂടി തരുന്നു. അപ്പോൾ ഇച്ഛാശക്തിക്ക് അങ്ങനത്തെ ചില ഹയർ എഫിഷ്യൻസി എന്ന് പറയുന്ന ചില പരിപാടികളുണ്ട്. അതായത് ആർമിയൊക്കെ അങ്ങനെയാണല്ലോ, അവരുടെ ഒരു കുഴലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയാണെങ്കിൽ ഞങ്ങൾ എടുക്കും, ആ കുഴലിന് പറ്റിയില്ലെങ്കിൽ ആ കുഴൽ എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, അതാണെന്നല്ല, നമ്മുടെ അതിന് പറ്റില്ല എന്നാണ് SSB ഇൻ്റർവ്യൂവിന് അവർ പറയും. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇത്തവണത്തെ നമ്മളുടെ ഇത്. നമ്മൾ ഇനി അടുത്ത അതിലേക്ക് കിടക്കാൻ 70ാമത്തെ ചാപ്റ്ററിലേക്ക്, 71ാമത്തെ അധ്യായത്തിലേക്ക്. ഒവിജനവല്ലഭായിനി കീ ജയ്, ധാനഞ്ജാന കീ ജയ്, ധാരണദേവതുഞ്ചാരി കീ ജയ്. ശ്രീകൃഷ്ണായ. അധ്യായ േതമകന്യദേവർഷേർദ്ധവോ ബ്രവീത് അഭ്യാനന്ദമാജ്ഞായ കൃഷ്ണസ്യ ച മഹാമതി ധാവജം യദുക്തം വിഷ്ണാദേവദജീവ്യം യക്ഷതസ്ത്വയാ കാര്യം വൈദൃശ്യ ചരണൈഷിണാം യശഗണ്ഡന വിഭോ അതോരാസുതജയ ഉഭയത്തോ മത്തോ മമ അസ്മാകം ച മഹാനർത്തോ ഏതേനൈവ ഭവിഷ്യതി തവ ഗോവിന്ദരാജ്ഞാ ബദ്ധം ചിദം തവൈർവിഷോ രാജനാഗമോബലൈ ബലിനാവിധരം സമബലം വിപ്രയണം ത്യാഗാദിത്യം ജഗോദരനെ ഇന്ദ്രം ചിദം നിർഗമയവരോധാൻ സ്വാൻ സുധാൻ വിവരിച്ചതാൻ സങ്കീർണമജ്ഞാഭേദരാജം ഗത്വാൻ ലോപനിതം ആദിനായകരാലയാപരിവദം ആത്മസേനയാ അദംഗഭേര്യാംഗസിംഗഭൂമുഖി പ്രഘോഷഘോഷിത്തം പുകോദാതി ആഞ്ജനജവികാസുഹൃദായ രംഭരാഭരണവിലേഖന സമ്പ്രദാനപേര ധർമ്മവാണിഭി.
ദോഷകോ മൈഡകരാശന കരേണു വിപരിജനപാരയോഷിത അലങ്കൃത കടകുട്ടി കമ്പ കടകുട്ടി കമ്പളാംബര ദുബകരായൂരദീപ്ത സർവദ ഫലം ധാമരേ വായുധവർണകിരീടവന്നതി ദേവാം ജ്യോതിസ്തുമലരവം ഭവരവേ ആനവചവിതമിംഗലോർമിഭി അധോ മുനിർയദോപതിനാം ബഭാജിതം പ്രണമ്യാദം മാതൃധാരണോ മുദ്ദർജനഹൃദേന്ദ്രിയം ആജദൂതർവാചേദം ഭഗവാൻ മാ വൈഷദൂത ഭദ്രം വോ കാരയകർമാകർത്തം ഗന്ധപസ്തിരോ താപദ നൃപാ വേദന്തജനം ജയ വജൈജ്ഞാനോക്ഷവ ആനർത്തസുവീര മരും ത്വാനന്ദനം ഭജി കിരിന്നദീരധിയായ പുരഗ്രാമുദാകരാൻ തത്വദൃഷത്തുത്തി ത്വാം കുണ്ടോദരസും പാഞ്ചാലാനധർമ്മസ്യാം ച അഗ്രപ്രസ്ഥമദാഗമത് ഭവാഗതമാകന്യ പ്രീതോ ദർശനം നൃണാം ഗീതബാധിത്രഘോഷേണ ബ്രഹ്മഘോഷേണ ഭൂയസ അപ്യയാ സദൃശീകേജം പ്രണപ്രണാദ്യഷ്ടാവിപ്ലന്നഃ കൃഷ്ണം സേനാത്രിട്ടം പ്രയത്നമന്ദസ്വജേ പുനഃ ദോഭ്യം പരിരജ്യ രാമാമലാളെ അന്തരാത്രം അദാശുവല്ലേഭേകരാം നിർവൃത്തിമശ്രുലോചനം ഏഷതനവിസ്മൃതലോകഭ്രമം ആംബേന്ദ്രിയം യമോ കിരീടീ ചതുർത്തമം പദ പ്രഥമപരിരേഭിരേച്യുതം അർജുനേന പരിഷത്വ യമാഭ്യാം നമസ്കൃത്യ ദാനിതോ മാനയാമാതൃതയാ ഭൂതം ആഗതഗന്ധഭാവന്തിനോപം മന്ത്രേണ മൃദംഗശൃംഗപ്രഹ വീണാപണവഗോമുഖൈ ബ്രാഹ്മണാരവിന്ദാഭ്യം തുഷ്ടവോ നൃതോർജഗോ ഏവം ശ്ലോകത്തികാമണി സംസ്തൂയമാനോ ഭഗവാൻ വിവേശാലങ്കൃതം പൂർവം സംസക്തവർണകരിണാം നദഗന്ധതോയേ യത്രദ്വജേ കനകത്തോർണധർമ്മകുംഭേ അഷ്ടാത്മഭേ നവദുകുലഭൂഷണശ്രഗന്ധേ നരഭേ യുവതിപേച്ച വിരാജമാനം ഉദിപ്തദീപബലിപിപതിസത്മജാല നേരാതദോപരുചിരം ലസത്പദാകം ഓർദ്ധനയമകലശേരജതോരുശൃംഗേ ജൂഢം തദർച്ച ഭവനെ ഗുരുരാജധാമം പ്രാപ്തം നിശമ്യ നരലോചനവനപാത്ര മൗസുക്യ വിശ്ലതിതകേശതുകൂലബന്ധ ആദ്യോവിധ ജഗമപതിം ചതൽപേ ദഷ്ടം ജയോർവദയ മനരേന്ദ്രമാർഗേ അർമിൻസുസംവരൈവാശ്വര തദിബദ്ധേ കൃഷ്ണം സഭാര്യമുപലഭ്യ ദർഹാതിരൂഢ നാര്യവിഗിര കുസുമേ മനസോപഗുഹ്യ സ്വാഗതം വിദധരസ്മയവിക്ഷേന ദൂസയ പതിനിരിഗ്യമവൃന്ദപത്നി താരാധോടുപസഹ ശിവകാര്യമുപേ യക്ഷുഷാം വൃഷമൗലിരുദാരാസം ലീലാവലോകകലയോത്സവമാതനോതി തത്രോപസംഗമ്യ രാമംഗളവാനായ ചക്രോത്സവത്യാം കൃഷ്ണായ ശ്രീണി മുഖ്യാവതൈനസം അന്തപുരജ്ജനൈവിദ്യം അന്തപുരലോചനൈ സസ്രംഭര ൈരഭ്യുവേദം ഭാവിലോക്യ ഭ്രാതേയം കൃഷ്ണം ഭുവനേശ്വരം പ്രേതോന്മോതായ
അയങ്കാപരിഷേ ഗോവിന്ദഗ്രഹമാനിയ ദേവദേവേജ മാതൃജ പൂജായാവേദ നിത്യം മോദോ പാടതോ ഗുരുശ്രീണം കൃഷ്ണചക്രഭിവാദനം അയം ച കൃഷ്ണയ രാജൻ ശ്രാജം ജ്യോത കൃഷ്ണ കൃഷ്ണാവത്നീചവചാനുഷ്മിണിം യാം സംഭവന്ത കാളന്തി മിത്രവിന്ദാഭ്യം നാഗ്നജിരിം സതിം ആജ്ഞാചാഭ്യാഗതായ ധനാദേവി ഭഗന്വാദയാമാദമയാദോനിവാദനം അന്യം ദാനകാമാദം ഭാര്യം തർപ്പയ്യത്തോരാണ്ടവേനവരും വൽഗുനം മോചിത്വമയം ജേന ജിന്മാതാൻ രാജ്ഞാപ്രിയ ജഗേപ്യ വിഹരന്തം ആരോഗ്യപർഗുനേനം പ്രേവൃതം യസമന്താകൃതമാവരണവരം സമുദ്രായ ദേവതരാജ കൃഷ്ണശ്രീന്ദ്ര പ്രസ്തഗനം നാമൈക സപ്തതിത്തമോ അപ്പൊ നമ്മള് ഇവിടെ 24 അധ്യായം വായിച്ചപ്പോ നമ്മള് ഭക്തി യോഗത്തിന്റെ അപ്പൊ ഡെഫിനിഷൻ നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റുന്നുണ്ട്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിത സമദർശന, അതാണ് ഭക്തി. എല്ലാത്തിനെയും സമദർശത്വത്തിൽ കാണുക എന്ന് പറയുന്നതാണ് ഭക്തി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പറയുന്നത്. പണ്ഡിത സമദർശനം ഭക്തി. ജ്ഞാനം എന്ന് പറയുന്നത് കാണുന്നതിലാണ്. പറഞ്ഞു കഴിഞ്ഞാൽ തത്വവശം അത് നീയാണ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതാണ് പരിണാമ രസങ്ങളിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ. അത് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനമാണ്, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഭക്തി എളുപ്പമാണ്, എല്ലാവരെയും ഒരേപോലെ കാണാനൊക്കെ കുറെ കൂടി എളുപ്പമാണെന്നാണ് ഇപ്പൊ നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. ഭക്തി ഇപ്പൊ പണ്ഡിത സമദർശന എല്ലാത്തിനും സമദർശിത്വത്തോടു കൂടി കാണും. ഭക്തിയുടെ അങ്ങേറ്റം എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജ്ഞാനവും കൂടി ഉണ്ടെങ്കിൽ അതിനവയെ കുറയ്ക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആകസ്വത്താക്ക് വായിക്കുമ്പോൾ ഞാൻ തനിത്തങ്കം ആയിരിക്കുമ്പോൾ കുറച്ച് ചെമ്പും കൂടെ കുട്ടിയാണ് പറയണ ഇതേർത്ഥേ പ്രതീയത എന്താണ് എന്നെ പ്രതീയത ചാർന്ന് എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മള്. അതിൽ ചെറിയ ട്വിസ്റ്റ്. പിന്നെ ക്ഷത്രിയെന്ന് പറഞ്ഞാൽ പൊങ്ങി നിൽക്കും, അഹംബ്രാഹ, ബാക്കിയുള്ളവരെയൊക്കെ താഴേക്കാണ്. അങ്ങനെ അത് രജോ ഗുണത്തിന്റെ വേറെ ഇച്ഛാശക്തി ഉള്ളവരാണ്. അങ്ങനെ എല്ലാ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് നമ്മളിവിടെ ഉണ്ട്. ഇനി അതായത് തമോധ്യായ 72ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കണം. ഋജുവാച ഏകദാതുസ്വഭാംജേ ആസ്തിതോമുനിവരുദാ ബ്രഹ്മണേ ത്രയൈവൈശ്വേത്വാദുവിചപ്രതിഷ്ഠ ആചാരേ കൃതവർത്തേ ജ്ഞാതി സംബന്ധിത ആദിസംബന്ധിവൈ ശൃണുതാമേവ ഭാഷ്യേന ഗോവിന്ദരാജസൂയേന മാവനി അക്ഷേ വിഭൂതിർഭവതസ്തസമ്പദാ സമ്പാദന അപോ പാദേ അവിരതം പരിജേ ആനന്ദേ ധ്യായന്ത്യ അദ്രന്മുഴനേത്യോ ഗണന്തി വിന്ദന്തി തേ കമലനാഭവവർഗയം ജാസുദേ യതിതൈശാശിതൈശാന്യേ ദേവദേവ ഭവത ചരണാരവിന്ദ സേവാനുഭാവന ലോകൈടം ഏതം ഭജനം ഭജന്തി ഗോമയേഷാം നിട്ടം ഭജ ഗോവിന്ദാനാം ന ബ്രഹ്മണ അപരഭേദ മലിതവ സ്യാദവാമനസമന്തജ സുസുധാംബൂതി അംരവദാം ദുരധരോരുദേവദാദം വാനുപന്തയോ ന വിപര്യയ ശ്രീ ഭഗവാൻ സമ്യക് പ്രവർത്തിതം രാജൻ ഭവതാരാം കല്യാണീയേന തേ ലോകാൻ ഭവിഷ്യതി
ദേവാനന്ദാംബികോ പ്രഭോ വിഭൂതാനം അമൃത്യ സർവദംഭാരാനാരസമാകതും രാജൻ ഭവാലാം ഭവ ദിദോസ്നാത്മപദോ ദേഹം ജയോ നഗജിന്മത്വരം ലോകേ ജയസഗ്ര്യാ ദേവവാഭിഭവേപ്തോപി മുപാർത്തിവം യോയം നിജം ഭഗവതീരം വൈദപുല്ലം കാമ്പുജം പ്രാതം ദിഗ്വിയോയും വിഷ്ണുതയോർമിതാം ഏവം ദക്ഷിണസ്യാമി സഞ്ജയ പ്രതിജം നകുല മോദീജം പ്രഗോദരം മച്ചേ ഏകൈ സഹമഗ്രൈ ദേവിദിത്യന്ന് പാമ്പേ ദേവ്യാജാത്രേ ഭോരിദ്രണം നവൽക്യതേ തത്വാജിതം ജരാസന്ധം നപഥ്യായതോ അഹോപായന്തമേ വാദ്യൗദ്ധവോമുവാച വിമസേനോർജുന കൃഷ്ണ ബ്രഹ്മലിംഗദ്രാ ഏകമർഗിരി പ്രജംദോ യത ഏകത്വാദ്യലാം വന്യം നമയാജൻ രാജൻ ബ്രഹ്മലിംഗിന രാജൻ വിദ്യതിഥീൻ പ്രാപ്താനോ ദുരമാഗ പ്രയജപത്രം ദേയസായം കാമയാമഹേ ഇന്ദർമാഷം ദിതി ചൂണാഗ്മദാദുവി കിം തദ്ദേയം ജ്ഞാനം കഹ പരസമദർശിനാം യോ നിത്യേന ശരീരേണ തദാം ഗേയം യശോ ബ്രുവം ധാവേന്തോ നാഗിനോതി വയം കൽപ്പസവാജ്യസുചേവസ അതിചന്ദ്രോനന്ദദേവം വ്യാദകബോധോ ഭാവോ വ്യാദ്രോവേണ ധ്രുവം ഗോജാകൃതിം താം സ്തോം പ്രകോട്ട ജാതൈരവി ധന്യബന്ധോ യേ ബ്രഹ്മലിംഗാൻ വിപതി ദദാമി വീക്ഷിതം ദേവ്യാത്മാനേ ബലന ശ്രൂയതേ ഇതാദൃഷ്ടാകൽമഷാചാത്മം ചിദസ്യ ബ്രഹ്മാജന വിഷ്ണുനാ ശ്രിയം ജേന്ദ്രജ വേദജനജ്ഞാനന്നവിമഹേം പ്രാത ബ്രഹ്മണാഥ ഓം തച്ചിത്രബന്ധനാദേന പരമാനേന നഗതബലം ദേശം അതിപ്രായനാഥനവ്യഗോദരാൻ ദേവിപ്രിയതാം കാമോ ദദാമ്യാത്മജിരോ വിവം ഭഗവാനോ ധീരാജോ യതി മന്യത്തെ യുദ്ധാർത്ഥിനോ വയം പ്രാപ്ത രാജന്യാന്നകംക്ഷേണ ഗോദരപാത്രസ്യ പ്രാതാഭ്യുനോയം അനയോർമാതുല്യം മാം കൃഷ്ണം ജാനീയേ ഏവമാവേദ്ദാജഹാസുന്ദേസ്മമാഗത ആഹമൃതോ മുന്ദായുദ്ധം ദർഹിതാമിവ ത്വയാ വിക്ലാജേത്രാമരാം ദൃക്വാ രുദ്രം ശരണം ഗതവയം തോ വയസാ തുല്യോ നാദിത്തോന്മേസമ അർജുനോ ന ഭവേദ്യോദ്ധ തുല്യപരോ മത്യുത്താവിമതേനായ പ്രാതായ മഹതിം ഗതാം ധിയാം സ്വയമാധായ തദബ്ധമേ ഖരേ വീരോ യുദ്ധഭീതരേതരോ ജഗ്നദുർവജ്ര കൽപാഭ്യാം മുദഭ്യാം രേണുദം പ്രണതം മതം മണ്ഡലാനി വിചിത്രാണി ദഭ്യം ദക്ഷിണമേ വജാരോ ശുഭേ യുദ്ധം നാടയോ തദജട ചടാശബ്ദോ ഭജൻ നിഷ്പേക്ഷയോ ക്ഷിപ്തയോ രാജൻ വൈ ഗദേവജവന നിപാത്യമാനേ അന്യോന്യതോ സ്മകടിപാദകരോ ജത്രോ അനേബഭുവ ദുർവേദാകശാഖേ
സംയുധ്യതോർവിരയോരവമന്യ ഏതം ത്വയോ പ്രഹദയോ നവീരോ തഥാമഷ്ടി ശബ്ദയോ പ്രഹരദോരി ഭയോരിവാദി നിർഗാതവത്ര ഉരുടസ്ഥലത്താടനോക്തം തയോരേവം പ്രഹരദോ സമശിക്ഷാബലൗജസ്സോ നരജരാഭോചുദ്ധമക്ഷീണ വയോ നകായവം ദയോ മഹാദയോ അഭിംജദിദ്യാനിദ്രകം തത്ര ഹൃദന്നിഷ്ഠോ ഏതാമാതോലേയം വൈ രാജന്യോദ്ധര നാശോഞ്ജരാസന്ധം നത്തേരും യുധിമാധവ തത്രോ ജന്മം പ്രതി ഭദ്വാൻ ജീവിതം ജരാകൃതം ആർത്തം അഞ്ജിന്ധ്യായുധോപായം ഭീമസ്യാമോഹദർശന യാമാതപിടകം പാടയന്യ യജ്ഞായ മഹാസത്തോ ഭീമപ്രകൃതാം ഇതാവാദയോത്രം ബാധയാമാസഭൂതലേ ഏകം പാദം പദാഗമ്യതോഭ്യാമാന്യം പ്രഗ്രഹ്യ പാടയാമാദശകാമിവ മഹാഗജ ഏകപാദോരുഗ്രഹ ഹരിപുഷ്ട്രാതനാം സഖേ ഏകബാഹുജുഗർണേ ഹരേതയോ പ്രഭാ ആകാരോ മഹാനാസ്തി നിഹതേ ഉദയാമാസം ജപ്യം തത്തയം താവാൻ അഭ്യഷിഞ്ചത്തമേയാം മോദയാമാതരാജന്യാനുമഹരേനേ ശ്രീമദ്ഭാഗവതമഹാപുരാണേ ചൽമിതായ ജയവർദ്ധേ യരാസന്തവതോ നാമ ദേശപ്തേ ത്രിസപ്തമോധ്യായ ആയുധേ സദാന്യഷാ ലയായുധി നിർജിതാഃ നിർഗദാഗിരി ദ്രോണ്യ മലിനാമലൂജാമാചുഷ്ക വദനാ സംരോധ പരികർഷിതാഃ ഗർഭാരുണേക്ഷരം ചാരുപദന്നവദനം തോരന്മകരകുണ്ടലം പത്മാസ്തം ദദാം ശങ്കരക്ഷിതം ിരേടാരകടയടി പുത്രാൻ കഥാചിതം പ്രാഗത്വരമണിഗ്രീവം നിവേദം വനമാലയ്യാന്തൈവ ദേഹാന്തൈവ ജിഹ്വയ്യാ വികന്ധൈവ നാസാഭ്യാം രംഭന്തൈവ ബാഹുവേ പ്രാണയമോർഹദാമാരും പാദയോ ഹരേ കൃഷ്ണസന്ദർശനാലാദ ധ്വസ്തം രോദനക്ലമാം പ്രശസ്യം സുരരികേയം ഗർഭേ അഞ്ജലയോ നൗഷോ നമസ്തേ ദേവദേവേശ പ്രവന്നാർദ്ധ്യരാഭ്യം ഭവന്നാൻ പായ കൃഷ്ണ ചരണാൻ നൈരം നാദാനസൂയമമഗതം മധുസൂദനാനുഗ്രഹോ രാജ്ഞാം രാജ്യോതിർ വിഭോ രാജൈശ്വര്യം മതോന്നദ്ധോ ന ശ്രേയോ വിന്ദതേ മയമോയിതോന്ത്യ മന്യതേ സമ്പദോചല മൃഗതൃഷ്ണാം ധാബാലാവന്യന്ത ഉദകാശയം ഏവം വൈകാരികം മായാ വയം പുരാദ്രീമദന ദൃഷ്ടയോ ജഗീഷയാജഹിതേ തരസ്പൃഥ ഹന്തപ്രജാസ ആദിനർഗണാ പ്രഭോ മജംബുരസ്വാവേണ തൃഷ്ണാ ച ഗംഭീരമസ ആനന്ദവീരണ വിചാലിതാശ്രയഗോലേന ധന്യാഭാവതുനുകമ്പയാ വൈനകദപാചരണാസ്മരാമദേ അധോനരാജ്യം മൃഗദുർനിരൂപിതം
ദേന ഗജപദരുജാം ഭുവ പവാസേതവ്യം ദർഭയാമഹേ വിഭോ യബലം പ്രത്യജ കർണരോജനം തം ന സമാധിശോപായം യേന തേ ചരണബ്ജയോ മദർയദാനഭിരമേതഭി സംസാരതാമി. ഹരണായ വാസുദേവായ ഹരേ പരമാത്മനെ പദക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഋജുഗോവായ സംസ്തൂയമാനോ ഭഗവാൻ രാജ ഭക്തബന്ധനെ ആനാഹകരണകാല ആദ്യപ്രതിവോ ഭൂപ്പ മയ്യാത്മനഗരേ സുദൃഢാചാര്യ ഭക്തേ ബാലമാകം ദിഗോം തഥാ ധൃത്യാജിതം ഭൂപ്പ അജോന്മാദകം ദൃഢാൻ ഹൈഹായോ നവിരോധനോ മരകോപരേ ബ്രംശിദാസാന ദേവതൈത്യനരേശ്വരാവന്തേതുപത്യ മന്ദവത് മാം യജന്തോദ്വരയുക്ത്വാ പ്രജാസ്മേണം ക്ഷത തന്വന്ത പ്രജാസന്തോൻ സുഗന്ധം ഭവാഭവോ പ്രാപ്തം ദേവാന്തോ മച്ചിത വിപരിഷ്യത ഉദാസീന ചാത്മാരാമാധവദ അയ്യാ ഭഗവാൻ ഭുവനേശ്വരം യുണ്ടപുരുഷോ മജനകർമ്മണി അപശ്യാം കാത്രയമാദം ദേവേന കാരതാം ദേവോജിദേവസ്ത്രേ പുഷ്പേ ബോധേദ്വപരാന്നേനം സ്നാതാൻ മനംക്രതാൻ ഭോഗേച്ച വിധേ താം താംബൂലാത്തേന്ദ്ര ഗോജിതേ തേ പൂജിതാമുന്ദേന രാജനോ ഗുണ മൃഷ്ടകുണ്ടലോചിത ക്ലേശദ്രാവടന്തേ യഥാഗ്രഹ മണികഞ്ജന പൂജിതന്നയ ശുക്ലം മംഗലാം ജൻ മദ്ഭാഗവതമാവരണവംശം സംസ്കൃതേ കൃഷ്ണാദ്യാഗമേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. നമ്മള് ഇന്നത്തെ ഓൺലൈൻ അപ്ഡേറ്റ് നമ്മളിവിടെ സമർപ്പിക്കാം. സായിരാം. ഓം ശ്രീ മഹാഗണപതി നമഃ. ശ്രീ സരസ്വതി നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമ്മള് ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ സ്കന്ധത്തിലെ ആദ്യത്തെ ഹംസാവതാരം വരെ ശ്രമിക്കാം. ഭാഗവതം ഏകാദശ സ്കന്ധം. അപ്പൊ കാര്യം പറയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതോ ഒരു ടോക്കില് ഞാനിപ്പോ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഏതൊരു ടോക്കില് ഉച്ചാരണത്തിന്റെ കാര്യം പറഞ്ഞു. ശിക്ഷ വേദാംഗം ശിക്ഷ അല്ലെ, ഉച്ചാരണത്തിന്റെ കാര്യം പറയുന്ന വേദാംഗമായ ശിക്ഷയാണ്. എന്താണ് എംഫസിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ ഈ എംഫസിന്റെ ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ എഫർട്ട് വേണ്ട, ചെറിയ എഫർട്ട് മതി. അത്
പറഞ്ഞ തമോ ഗുണത്തിന്റെ ജ്ഞാനമാർഗത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എംഫസിസ് അവിടെ കൊടുക്കണം. ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ പറഞ്ഞ കേട്ടിട്ടില്ല, എന്താണ് നമ്മളുടെ ദർശികാചിത്തിന്റെ ചില ഭാഗവത പ്രഭാഷണികൾ സനാതനധർമ്മം ബാക്കി സെമിറ്റിക് എന്നുള്ള വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംഫസിസ് ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉള്ളൂ എന്നുള്ളത് ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്നുള്ളതാണ് സനാതനധർമ്മത്തിന്റെ ടേക്ക്. സെമിറ്റിക് ആയിട്ടുള്ള ബാക്കിയുള്ളവർ പറയുമ്പോൾ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒന്നിലാണ് അവരുടെ ട്രസ്റ്റ്. ഒന്നേ ഉള്ളൂ, അവരുടെ ഒന്നേ ഉള്ളൂ, വേറെ ആക്കി ഒന്നല്ല എന്നാണ് അവരതിൻ്റെ അകത്തുള്ള ആ ഒരു. അപ്പൊ അങ്ങനെയാണ് അതിന്റെ രണ്ടിന്റെയും കൂടി ഒരു വ്യത്യാസം എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ത്രസ്റ്റ് എന്ന് പറയും എന്താണ് എംഫസിസ്, എന്ത് ഒരേ വാചകം തന്നെ പലരും പറയുമ്പോൾ അതിന്റെ എംഫസിസ് അവിടെ വരുന്നു എന്നതിന് നല്ലതാണ്. ഈ പറഞ്ഞ അതിന്റെ കാര്യങ്ങളാണ് ഈ ശിക്ഷ ഉച്ചാരണം എന്ന് പറയുന്ന ഫൊണാറ്റിക്സ്. അപ്പൊ അങ്ങനെ വേദാംഗമായിട്ടാണ് ശിക്ഷ കണക്കാക്കുന്നത്. അപ്പൊ എംഫസിന് വലിയ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ അപ്പൊ ആ എംഫസിസ് വരുമ്പോ വ്യത്യാസമല്ല, അതിന്റെ ഒരു ആ ഒരു ഫീല് വ്യത്യാസം. അപ്പൊ അങ്ങനെ ഒരു സംഗതി എംഫസിസ് അത് ആക്ച്വലി അത് വൈശ്യത്വത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. മറ്റേ അധികം എനർജി വേണ്ട, ഇമാജിനേഷൻ പോലുള്ള ഒരു ഇച്ഛാശക്തി അതേപോലെ അല്ല, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവാണ്. അതിന് ഈ പറഞ്ഞ മാതിരി എന്താണ് നമ്മുടെ വേദാംഗം പറയുന്ന കൽപ്പം, പിന്നെ എന്താണ് കൽപ്പം, വ്യാകരണം തുടങ്ങിയ വേദാംഗങ്ങളൊക്കെയാണ്. ദർശനങ്ങൾ വരുമ്പോൾ പൂർവമീമാംസാ ദർശനം, പിന്നെ മറ്റേ എന്താണ് ന്യായദർശനം, പൂർവമീമാംസ ജനനി മഹർഷിയുടെ ന്യായദർശനം ആരുടെയാണ് ഗൗതമ മുനിയുടെയാണ്. അപ്പം പൂർവമീമാംസ എന്ന് പറഞ്ഞില്ല, കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടൗൺ പ്ലാനിങ് അജണ്ട വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ബ്യൂട്ടിഫിക്കേഷൻ ഫാക്ടർ ഇത്തിരി കുറവായിരിക്കും. ഒരു ലാർജ് സ്ട്രക്ചർ, സ്കെൽട്ടൻ സ്ട്രക്ചർ പോലെ ഒരു സ്ട്രക്ചർ, ഒരു ബേസിക് സ്ട്രക്ചർ, അതിൻ്റെ എല്ല് പോലെ മാംസളമായിരിക്കും. ഈ പറഞ്ഞ അതാണ് ക്ഷത്രിയത്വം എന്ന് പറഞ്ഞ എല്ല് പവർ എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ ഉച്ചാരണത്തിൽ കിട്ടുന്നത്, നമ്മൾ ഈ പറഞ്ഞ ഉച്ചാരണമല്ല, പറഞ്ഞ കീർത്തനത്തിൽ കിട്ടുന്നത് എല്ല് പവറാണ്. മറ്റേ മാംസളത ആണെങ്കിൽ ലിസണിങ് ആണ് പ്രധാനം. ഈ പറഞ്ഞ എന്താണ് കേൾവിയിലാണ് ഈ പറഞ്ഞ ലിസണിങ്ങിന്റെ ഒക്കെ ഭംഗി, ബ്യൂട്ടി. മറ്റേത് മാതകത്വമാണ്. എന്ത് ഉച്ചാരണം, എന്താണ് ആ ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത്, അത് വേറെ. അത് ഗ്രാവിറ്റി, അത് വേറെ. അർത്ഥം നാളേക്ക് ഉള്ളത് വേണ്ടത്, നാളേക്ക് വേണ്ടത് മാതകത്വം ആണെന്ന് പറയും. ഈ പറഞ്ഞ അങ്ങനെ ഒരു അതല്ല പറഞ്ഞ ഗ്രാവിറ്റി, അശിത്വം, അതർത്ഥം അശിത്വം, നാളേക്കുള്ള. അപ്പൊ അത് മനനത്തിലാണ്, അത് ഈ ഉച്ചാരണത്തിൽ ഈ പറഞ്ഞ ശിക്ഷ, ഈ പറഞ്ഞ എംഫസിസ് ഒക്കെ അതിന്റെ ഒരു. അപ്പൊ അങ്ങനെ ഒരു സംഗതി. അത് നമ്മള് പരായണത്തിലേക്ക് കിടക്കാം. അതെന്താണ് പരായണത്തിൽ കിട്ടുക, എല്ല് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുള്ള എല്ല് പവറൊക്കെ. മറ്റേ ശ്രവണത്തിൽ മാംസളത ഈ പറഞ്ഞ കുറച്ചും കൂടെ ഈ എല്ലിന്റെ പട്ടിക്കും നമുക്കിപ്പോ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. പട്ടികൾ ഒക്കെ എല്ല് കഴിക്കുമ്പോൾ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ പറഞ്ഞ ശ്രവണത്തിലാണ് മാംസളത കുറച്ചും കൂടെ എൻ്റെ ഒരു രസങ്ങൾ കൂടുതൽ. മറ്റേത് എവല്യൂഷണറി സ്പെക്ട്രം ആണെന്നാണ്. മറ്റേ ഈ ത്രസ്റ്റില് മാതകത്വം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ബ്യൂട്ടി. മറ്റേത് ഒരു കലാകാരനെ ഇങ്ങനെ മനോഹരമായിട്ടൊരു ശില്പം ഉണ്ടാക്കിയെടുക്കണം. മറ്റേത് മാതകത്തിന് മറ്റേ വിശുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ അവിടെ വലിച്ച് ഇവിടെ കുറച്ച് കൂട്ടി ഇവിടെ കൂട്ടി കുഴി അല്ലയാണ് അതിൻ്റെ അകത്തൊരു കുഴി എന്നല്ല ഞാൻ പറയാം. ഭയങ്കരമായ അട്രാക്ഷൻ, വശിത്വം.
അപ്പൊ അത് നാളെകൾക്ക് വേണ്ടിയതാണ് വെക്ടർ എന്നാണ്. നാളെകളെ കുറിച്ച് അർത്ഥം, ഇതത്തിന്റെ അർത്ഥം എന്ന് പറയണത് അന്വേഷിച്ചു പോകണവർക്ക് ഈ പറയണ വശിത്വമാണ് ജീവിതത്തിന്റെ. അതായത് അങ്ങേറ്റം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല ലോകം പ്രിവെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. വയസ്സായി പറഞ്ഞ നാളെ എന്ന് പറഞ്ഞാൽ അവസാന മനുഷ്യന്റെ ഇത് മാറി ലോകം പ്രിവെയിൽ ചെയ്യും. അങ്ങനെ ലോകം പ്രിവെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായി പോകുന്ന ഒരവസ്ഥ സാധാരണ ബിൽഗേറ്റ്സ് ഒക്കെ പറയും ഫ്യൂച്ചർ ഈസ് ബ്ലിക്ക്. ഫ്യൂച്ചർ ഈസ് ബ്ലിക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലെവലിലാണ് ഫ്യൂച്ചർ ബ്ലിക്ക് വരിക. പക്ഷെ ലോകത്തിന്റെ ലെവലിൽ ലോകം പൊങ്ങി നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അഹർബോധം നമ്മളുടെ അടിച്ച് താഴ്ത്തപ്പെട്ടിങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നാൽ പൊളിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഫ്യൂച്ചറിനെ പറ്റി. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാജിനേഷൻ. അപ്പൊ അത് നമ്മൾ വിഷ്ണു ലോകത്തിൽ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഭഗവാന്റെ കൈ കൊണ്ട് തട്ടിപ്പോയാൽ കുഴപ്പമില്ല എന്ന് അസുരന്മാര് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷ്ണു ലോകത്തിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുറച്ച് പോയാലും കുഴപ്പമില്ല നല്ല പാട്ടില്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. അതാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിന്റെ കഥ. ഈ പിന്നെ ശനകാദിന്റെ കാര്യം നമ്മള് അങ്ങനെ പൊളിഞ്ഞില്ല, റിസൾട്ട് ഓറിയന്റേഷൻ കുറവായിരുന്നു. ആ ഭക്തിയിൽ അങ്ങനെ അപ്പൊ നമ്മള് ഭക്തിയുടെ കാര്യം മാറ്റിയിട്ടുണ്ട്. ഭക്തി അങ്ങനെയല്ല, ഭക്തി ഇപ്പൊ നമ്മള് സത്വഗുണത്തിന്റെ ഭാഗമായിട്ടാണ്. ഭക്തി ജ്ഞാനത്തിന്റെ കാര്യമായിട്ടാണ് ഇപ്പൊ ഇത് പറയുന്നത്. അപ്പൊ നമ്മള് ഭക്തിയുടെ കാര്യമായിട്ട് പറയുമ്പോൾ അതാണ് ഈ പറഞ്ഞ ജ്ഞാനത്തിന്റെ ഒരു എന്താണ്, എങ്ങനെ വീണാലും നാല് കാലയിൽ വീഴാനുള്ളൊരു ഒരു ഹൃദയാർത്ഥം പ്രതീയത പ്രതീയത ജാത്മനി എന്ന് പറഞ്ഞാൽ ശ്ലോകത്തിൽ പോയി വീണ് കഴിഞ്ഞാൽ നല്ല ആളുകളുണ്ടാവും, ടേക്ക് കെയർ ചെയ്യാൻ ആളുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നേരാമണ്ണം നമ്മള് റിസൾട്ട് ഓറിയന്റേഷൻ ഇല്ലാണ്ടാണ് ഇത് ചെയ്യണമെങ്കിൽ ഡബിൾ സ്ക്വയറിങ്, ഇമാജിനേഷൻ 2 തവണ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, നെഗറ്റീവ് എന്നാണല്ലോ. അപ്പൊ നമ്മൾ നെഗറ്റീവ് നമുക്ക് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് 2 തവണ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് വരാം എന്ന് പറയുന്ന ഒരു ഡുകുറിഞ്ഞുകാരനെയും കൂടിയുണ്ട്. നഹനയ്ക്ക് രക്ഷതി ഡുകുറിഞ്ഞുകാരനെ പല പോയി. ഇനി അതാ ഇനി അത് പൊതായി പോയാലും ഇരട്ടിയായിട്ടൊന്നും എന്താണ് പ്രശ്നമായാലും അവിടെ പറഞ്ഞ വൈകുണ്ഠത്തിലെത്തി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, വൈകുണ്ഠം എന്നൊക്കെയുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ അവിടെ ആകുമ്പോൾ അവിടെ പിന്നെ അത് എന്താണ് പിന്നെ വീഴ്ചയല്ല. പിന്നെ ഈ പറഞ്ഞ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വീഴുമ്പോൾ പ്രസവിച്ച് കഴിയുമ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വീഴുമല്ലോ, നമ്മുടെ ഈ ലോകത്തിലേക്ക് വീഴുമ്പോൾ ആ ലോകം അവിടെ ഒരു രാജാവാണ്, രാജകുമാരിമാരൊക്കെയാണ് കുട്ടികൾ, ബേബീസ് പിറന്നു വീഴുമ്പോഴത്തേന് ബാക്കി അവരൊക്കെ ആളുകളാണ്. ഇങ്ങനെ അതുപോലെ ഒരു സംഗതി ഉണ്ട് ഇമാജിനേഷൻ, ഡബിൾ സ്ക്വയർ ചെയ്ത. അപ്പൊ അതുകൊണ്ട് ബ്ലിക്ക് ഫോർ വൺ സെൽഫ്, കളർ ഫോർ അതേഴ്സ് എന്ന് പറയുന്ന ഒരു പരിണാമ യുക്തിയാണ്. പരിണാമത്തിന് കാരണമാവുന്നതാണ് വരുന്നത്. ഇമാജിനേഷൻ സ്ക്വയർ ചെയ്ത് അത് വിചാരിക്കുന്ന സംഭവിച്ചേക്കാവുന്നതാണ്. നമ്മുടെ കളർഫുൾ ലോകത്തിന്റെ അകത്ത് ഉള്ള ഒരു എന്താണ് ഒരു ശിശുവായി പറഞ്ഞ് നമ്മളെ അവിടെ യുഗമൊന്നുമില്ലല്ലോ, ശിശു. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഇതില് അതും കൂടെ ഒന്നും പറയണമെന്ന് വിചാരിച്ചാണ്, അത് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മള് ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധ പ്രഥമോധ്യായ. ശ്രീ ബാദരായണി ഉവാച. दैत्यवधं कृष्णत्रामो भुवोऽवतारेद्भारं कृष्णं जनयन् क्लिं ओपेदास्मः पण्डुसुधा पत्नदहता च ग्रहणादिस्तान् त्वास्मितमेत एतत्तता अमेदान् त्वाप्नपान्निरहरच्छति रमेश राजनाब्धोभ्यन्ते भावोपेय अन्यवने नोन्दं ये पारं यादवं लमहो वाश आविशाख्यमस्ते नवानगपरिभावो स भवेत् पतञ्जि मम संवस्य मत्संयस्य विभोवो न हन्स्यत्यम् अन्धकल्लिं दुर्लस्य धारणो भक्त्यवैदिधां सुतो राजन् सङ्कल्प ईश्वर अवेदेन प्राणं सञ्जहे
ലോകവണ്യ അമുക്തലോചനം നൃണാം തദ്യസ്താ അരതാം ചിത്തം പരദേസ്താം യാ അചിദ്യഗത്യം ശിശോകം തദ്യാഞ്ജസ മൗനായ വരിഷ്യന്തി ത്വം പരമേശ്വരം ധാന്യാനാം ധന്യാനാം ത്യോപധാരം കൃഷ്ണീനാം കൃഷ്ണകേസാം യജ്ഞമേത സ വൈശാപോ യതിശോ തമേകാത്മനം ഭേദം ദശമേ ഭോ അകലസുന്ദര സന്ദേശം മാചരൻ ഭവി സമംഗളമാപ്തഭാമം അവതാരമ രമമാവതാരകർത്തി സംവർത്തമൈച്ഛേദ കുലം ശേഷം ബ്രഹ്മാണി പുണ്യനി മഹാമംഗളാനി ഗായജഗതി മലാവഹരാണി കൃത്വാം യാത്മനാ നവസാദേഹേ രാഗം മകമന്യോശ്രാം വിശ്വാമിത്രോദകന്നോ ദ്വാസതുരാഞ്ജിര ദേവോ നൃതാദയ കീടന്തസ്ഥാനം പ്രജ്യം ആരാധനാസംഘർഷ്യ പ്രച്ഛീത നവീതവത് ഹേ വേളയിത്ത ത്രിവേളൈ നമ്പം ജമ്പവതി സുതം ഏഷാ പ്രച്ഛതി ഭോ വിപ്രാ ദത്യതിഹക്ഷതാം ദർശനാ പ്രസോഷ്യന്തി ത്രകാമാം ജനൈഷ്യം പ്രലബ്ധമനയ താനുചുന്താം നശ്യത്തെ ഓം ദാസ്യം സദാശിനം സോദരൻ നമസ്തസ്മിൻ ഫലം ഫലയസ്തയം യം ഗതം മതഭാഗേന കിം വദിഷ്യന്തി നോ ജനായതി വിപലിതാ ഗുഹാ അതായം മോഖം പ്രശാന്തം ഫലം നവാസ്നിതാഭയതന്ത്രസ്ഥാവയുധ ഫലം രാജസാഹുഗാദ്രശ്ലേവാസ്യം പൂർണ്ണാനി തരളൈസ്തോധ്യായ ദ്വിതീയോധ്യായ വൃന്ദാം താം നാരദോ ഭീഷ്ണോ അനാരോ രാജേന്ദ്രിയവാൻ ഭുജം ഭഗവതോ യത്തം പിത്രോത്തമശ്രവർണാം ധനം ദേവചരം സാധുനം ദൃശാമ അഗന്ധിയേതാം ദേവാൻ ദേവ അവിദ്ധൈവ ഛേവ ഛൈവ ദേവോത്മച്ഛലാം ബ്രഹ്മം സ്തഥാവിച്ഛാമോ ധർമാൻ ഭവതാംസ്തവ യാൻ ദോസ്ഭ്യോ മുച്ഛതേ സർവതോഭയ അഹം യാന്തം യാത്തോ വയമുക്തിദം അപൂജ്യം നമുക്ഷായ മതോ മായ താം ആരിതോ ഭഗവാനാദ്യ ദേവോ നാരായണോ മമ ആദ്രാഭ്യുദാഹരന്തി മേത്രേ ഭാസംപുരാതനം ആർഷഭാണം ജാതം ദേവ്യമാത്മനം ഏപദോ നാമോ മനോജാൻഭോത്യം താഗ്നേ യാഗ്നി ദസ്തോ നാഭിർഷവസ്തത്വം മാഹർവാസുദേവാംശം അക്ഷതമക്ഷയാം തന്നം സദശ്യതം ചാസേത് അഹങ്കാരകം രാമ ഭരതോ ജ്യേഷ്ഠ മുക്തബോധം നേതേമാം തവദായി ആദിനത്വം വേം താതി തയോ ദദകമന്തപ്നയാന്ത ചിദേ ആയം ഭാവൻ മഹാവനയോ
ശനാം താവദർശനാം മധ്യാചാരാവയ ഹരിയന്തേക്ഷപദപ്ലായനം ആവേശോദ്വാദന ഭക്തവം ന്ദർയക്ഷ നരകിന്നര നഗലോകൻ വിദ്യാധര ദ്വിജഗവാം ആനി ഭുവനാനുഭവം ഏകദാ ഏകദാ മേ ദ്രക്ഷയാ പീതായാമാന ഋഷിഭേ രജനാഭേ മഹാത്മന താൻ ദൃഷ്ട്വാ ശ്രുതിസങ്കാശാൻ മഹാഭാഗവതാൻ േഹനാനപരായണാംബോധ്യാശക്രേ അവന്നാൻ ഉമാനാൻ പ്രമുദ്രോപമാൻ ദേഹവജം അന്യേ ഭഗവത് സാക്ഷാൻ ഗോപതിയുടെ മഹേഷബോധാൻ ലോകാൻ മനായ ദേഹേ പ്രഭോ മന്ത്രോ ദേവോ ദേഹാം ക്ഷമഗ്രാഭ്യാം മന്യേ വൈകുണ്ഠ പ്രദർശനം ആത്മീയം ക്ഷേമം ഗച്ഛാമോ ഭഗവതോ നഖാം ധർമാൻ ഭാഗവതാൻ പ്രവൃത്തീനം ത്രയേൻ പ്രപന്നാത്മാവന്തേന്ദ്ര പുഷ്ടാവസുദേവം ആത്മാം വിദ്യാപന്തം ഹേയ മനേ മദഭയം ജലസ്യ ആമുലോ ആപ്തം േഭി ഏവൈ ഭഗവതാ പ്രോക്ത ഉപായാഃ ലബ്ധായേ പുംസാം ദിശാം ോകായന്ന പ്രമാദേവാജ്ഞാപാൻസ്തുഭാവജ്യോതി തലംബസ്മൈ േദിയാവിനിവേദാവേദ്യോ ഭാവി സങ്കല്പകൽപ്പോ ധ്യാദ്ഭയം കർമാണി ഇമാനി കർമാണി ോധത്തേ ആസ്യധോ ഓദേവതികാത്മാഹ ഹം അയവത്തിന്ദോദ്രാംശേഭൂതം നേതന്യമിതി പരേ ഭാഗവതം ഭാഗവതം ബോധേ അലങ്കത്രയ്യ ദേവൈകുലയ വൈ ഭൗദ്ധമാഭ്യം ഭാവം ഏവൈ പ്രിയ സ്വപ്രേ വിത്മാത്മനെ വാഗ്ദാഭൂതത്മ വൈ ഭാവോത്തമാഭുവന വിഭാവോ കൊണ്ട രജിതാദ്രാദിപ്യ
ഒരു വിക്രാമേ ഭാസീതാം നയം ഭാഗവതേ ഭാഗവതേ മഹാപുരാണേ പഞ്ചസംഹിതായാം അയോധ്യായ നമ്മളിവിടെ കാര്യം പറയാനുള്ള ഞാനിപ്പോ പറഞ്ഞ കോൺസെപ്റ്റ് കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വീഡിയോ അല്ല സോറി കഴിഞ്ഞ ഓഡിയോ. അപ്പൊ അത് പറഞ്ഞെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ലാസ്റ്റ് നമ്മുടെ ക്ലോസ് കൃതം ഞാൻ പോസ്റ്റ് ചെയ്തേക്കണ ലാസ്റ്റ് 2 വീഡിയോ കൂടി കണ്ടാലേ അത് എന്താണ് അതിന്റെ കുറച്ചും കൂടിയുള്ള അതിന്റെ മനസ്സിലാവുള്ളൂ അതിന്റെ സംഗതികളൊക്കെ. അപ്പൊ അതും കൂടെ നമ്മൾ കണ്ടിട്ട് അത് മറ്റേ ഇപ്പോഴത്തെ ഈ ടോക്ക് ഇപ്പൊ എന്താ ആ ഒരു ഓഡിയോ അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ ചിലപ്പം എല്ലാം ഗ്രീക്ക് ആൻഡ് റോമൻ ആയിട്ട് തോന്നും. ഈ പറഞ്ഞ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ അതിൻ്റെ ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണേ നേരത്തെ 2 യൂട്യൂബ് വീഡിയോ ഉണ്ട്. അപ്പം അത് പിന്നെ കഴിഞ്ഞ ഓഡിയോ 2 ആണ് കഴിഞ്ഞ ഭാഗത്തിൻ്റെ പറയാനൊക്കെ ഉള്ളത്. ഒരു പ്രാവശ്യം പതുക്കെ ഇങ്ങനെ പോകണ കഴിയുമ്പോൾ പെട്ടെന്ന് അവസാനം കാണുമ്പോൾ പെട്ടെന്ന് മാത്സ് നമ്മൾ അവസാനം കാണുമ്പോൾ ഇക്വേഷനൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പകച്ചു. പക്ഷെ അത് പതുക്കെ ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ പതുക്കെ നോക്കി പോയി കഴിഞ്ഞാൽ അത് മാത്സ് വളരെ സിമ്പിളാണ്. അത് പക്ഷെ പെട്ടെന്ന് എന്തൊരു ദിവസം നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് അയ്യോ ഇതൊന്നും മനസ്സിലാകാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട് പോസ്കൃതം സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പഴയ അതൊന്ന് നോക്കി അതിൻ്റെ ഗ്രാജുവൽ എവല്യൂഷനൊക്കെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കാണാം. അതിൽ കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റുകളൊക്കെ പലതും പറയുന്നുണ്ട്. ഓക്കെ, അത് അയോധ്യായ 1 പ്രകാശത്തിലെ 1 കിടക്കും. രാജോവാച പരസ്യ വിഷ്ണോരചിത മായേരാംബി മുസ്ലിം മായാം വേദമിച്ഛാമോ ഭഗവന്തോ ബന്ധോ നാനു തൃപ്യേ ജുഷൻ അഷ്മാധജോ ജഗതാംസം സാരാദാവ നിഷ്പത്തോ ആർത്യസ്താവം ദരിക്വജ മഹാഭൂതേ മഹാത്മൂജ ജ്ഞാദ്യ മാത്രാത്മയ രാധാത്മാൻ ഭജൻ ജ്ഞാനപത്യോമാനം സൃഷ്ട ആത്മാനം ധർമ്മി കർമ്മവി ഭവൻ ധർമ്മഫലം കൃഷ്ണൻ രാമത്യം തം തൻ ഭക്തവഹാൻ ഭൂത ആദനേത്തം ഗുണാത്മകം ആനാദിധനകാലോ വ്യക്തായ വക്ഷതി അധവർഗാനാവിഷ്ട ഭവിഷ്യകാലോപ ഇതോഷ്ണാസ്യത്തെ പ്രദപിഷ്യതേ ആദയമാർത്ഥം കൃഷ്ണം ലാലോ വിഷ അമൃതോ മേഘത്തെ സ്മാൻ ഗതം സമാധാരാഭിർധസ്തി ഹസ്താഭിർലീയത്തെ രാജപുരോ നൃപ അവ്യക്തം വിജതേ ദൃഷ്ടം രേന്ധാന ഇവാനല മായുനാകലേലസ്മയാ അല്പത്തെ നല്ലം ഹദ്യരസം യോക്തേ രൂപം തുംസാ ഏതേ ശോഭകാശയം ആത്മാനം ധ്യാനം സുഗണേ അഹമാത്മ മായ പ്രയോജന കമ്മാന്യരാഭ മാനം ഐരാദം നം ത്യാ
आप्नेदिताधिति योगं ब्रह्म धाम लमताम मांगिरम भवत्येन कालुन्यतम जयदेवनादम देवदेक निष्मान मन्यसा माश्रम यत्र भगवान धर्मांगिच्य दुर्वाद देवता नामया अमाययानुत्यो अस्ते ऐस्तुष्यो आत्मनदो हरि अवदो मानसो संग माधुर्गम च साधुर्यम ध्यायाम एतेन पश्यम तत्निदेशधा भोजतं जम अपस्थितिषा जम मौनं दध्याम जवम ब्रह्मचर्यम अहिंसम च समत्वं द्वन्द्वन्यायो अर्वात्रात्मश्रेयः यम निकेतनां व्यक्तचिरवसनं दोषं येन केनचित् तं भगवते भागवते त्रेन्दां यथा चाभिः मनोवकर्मदं च सत्यं आत्मा किं हवनं कीर्तनं ध्यानं हरेर्धर्मणा जाहन कर्म कुणालं च तत्त्वर्थे लक्ष्यम् इष्टं दत्तं तवाप्तं तं चात्मनप्रियं तान् रहान् प्राणान् यत्मर्पेतवेत्नम् एवं कर्णात्मनाधीषु पुरुषेषु च सुहृतं वैजजां जोभज्यत महत्सो नेषु साधुषु परस्परार्पणं पावनं भगवद्देश दो एवमेतस्ते धत्ते आत्मना हृदस्मारयन्तच्च मेधो विघाओ ब्रह्मरं हरि आज्ञा संजातया भक्त्या बिभ्रतिप्लगा तरुं दन्ते तुदप्तिन्दया सन्दिन्दलोक्ता दन्ते गायन्ते लयन्ते जं भवति पुष्णिं परमेत्यनप्रदाम् यदि भगवतान् धर्मान् वीक्षन् तथ्यम् तराम् हजो वय नारायणभिस्वानस्य ब्रह्मण परमात्मनिष्ठामर्हद नोक्तं यं हि मा पितामा बलानवचं जलय विदुरहे पुरस्यम् जागरसुषुप्तिषु अद्वैत एहेन्द्रिया दयानिन्दे ये विदान् इन्द्र ऐदान् मनो मजति वागदक्षुरात्मा ज्ञेन्द्रियान् च अधानं च चक्त्वा ध्यात्मूल मातोक्तमाहुद्धे त्वं जयतमयिति द्रवदेकं पुत्रं महानहमिति वदन्ति एवं ज्ञानकयात्मबलरूप तयोरुशक्ते ममैव यादि ततः च तयो परं यत्नात्मादिकानमक्षते ते नाक्षीयते नवरं तत् अभिचारिणां ये सर्वत्र विश्वधनपायुपलब्धे त्रं प्राणायतेन्द्रियप्लयेन कर्तृं तन् अण्डेषु तेषु निश्चितेषु आणोहि एवं वदावदित्र अनेन्द्रियज्ञेहं गणेहाप्निक्तप्राप्सुप्ते वृत्ताजिदे धनुर्धन्यां ह्याब्जनाभरणायेष युक्त्या हेदोमलानिधमये पुनरात्मजान् दौपलभ्यत्मत्वं याधामलतिशो जयप्रकाश जोवज अमयोगं दहता अर्होयनस्तुदा यदोये आज्ञानिष्कम्यं दयप्रम् एवं विष्णुं शेन प्रप्तं वेदन्ते भुवन् नरः पुत्रात् तत्र आनमच्चातं एरोतजाजार्मात्मकं कर्मयते दादङ्गिका एतदेतरात्मत्वाद्भ्यन्ते विनय प्रभादवात्तो वेदोऽम्बालानां शासनम् अनुमोक्षाय कर्माणि ददं धा दोक्तं धयातेन्द्रियं यन्मणायमन मृत्युं वैदि दोक्तमेव कुर्वां सङ्गो तमेश्वरे गम्यं वेद्यं दोजनार्थास्वे आशो आत्मभिरोपत्रेप्तेवन्तो केशवं तागजयजनन्दजागमन् भावष भ्यत्यन्त्यात्मतये नगमासेन प्राणसंयमनादिभिः
പിണ്ഡം വിശോധ്യന്യാസം ഏതക്ഷോച്ഛ ജധരിം ആർജാദോഭേജ ദാലഭോജാരകൈ ദേവ്യപിതാത്മൻ കാഞ്ചാദ്യപേക്ഷ്യം തനം താപ്യസ്മാദ ആദിഭിം തന താപ്യം ചേത് അംഗോപാംഗം ഭാഗം താം താം തിം ദദാ ആദ്യാഗ്യം ച മര്യാദേ Abang Trap Arab Tam മറ്റേ ബ്രഹ്മദേവൻ തൂക്കി നോക്കുമല്ലോ, എന്താണ് ഭാഗവതവും അമൃതും കൂടെ തൂക്കി വെക്കണ ഒരു പേരാണ്. അപ്പൊ ഈ ഭാഗവതത്തിന്റെ ശ്രവണത്തിനും മറ്റേ സാധാരണ ശ്രവണത്തിനും തമ്മിലുള്ള വ്യത്യാസം തന്നെ, ഈ ഭാഗവതം ഈ ഡബിൾ ഇമ്പാക്റ്റ് ഉള്ളത്. 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് വായിക്കുമ്പോൾ ഇമ്പാക്റ്റ് ലോഡിങ് സാധാരണ ലോഡിനെക്കാട്ടിലും ഡബിൾ ആണ്. അതുകൊണ്ടാണ് നാരദരൊക്കെ ഒരിടത്ത് നിൽക്കാത്ത നാരദര് ഭാഗവത എന്ന് പറഞ്ഞിടത്ത് 7 ദിവസം നിന്ന് കേൾക്കുന്നത്. അല്ലെങ്കിൽ അതിന് അപ്പൊ അതൊക്കെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡബിൾ ഇമ്പാക്റ്റ് ലോഡ് ഉണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് സാധാ പവറല്ല, ഇരട്ടിപ്പാ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അമൃതിനെക്കാട്ടിലും വിലയാണ് പതനഭയം കുറയ്ക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗവത്തിന്റെ സംഗതിയുള്ളത്. അപ്പൊ അത് പിന്നെ ചോദിക്കും, ഈ പറയണ ശ്രവണത്തിനാണ് പ്രാധാന്യമെങ്കിൽ ശ്രവിച്ചാൽ പോരെ, കീർത്തനത്തിന്റെ ആവശ്യമുണ്ട്. കീർത്തനകാരൻ കുറച്ച് ഗുണമുണ്ട്. പിന്നെ കീർത്തനത്തിനുള്ളതെന്നുണ്ടെങ്കിൽ സംസ്കൃതത്തിനൊക്കെ സംഭവിച്ച മാതിരി പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീർത്തനകാരന്മാരില്ലെങ്കിൽ ക്ഷത്രിയന്മാരില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, സംസ്കൃതത്തിന് സംഭവിച്ചിട്ടില്ല, കുഴപ്പമില്ല, അത് ഉയർന്നു തന്നെ ഉണ്ട്. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകളൊന്നും അത് സംസാരിക്കാനില്ലാത്തതുകൊണ്ട്, വർത്താനം പറയാൻ ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ പറയണ അതാണ് ഈ ദേവന്മാര് തട്ടിക്കൊണ്ടു പോണു ഭാഗവതം എന്ന് പറഞ്ഞ ഒരു കാര്യം. ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ഇല്ലാണ്ട് ചെയ്യണം എന്നുള്ള ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്ക് വരുമ്പോ എന്താ പറഞ്ഞെങ്കിൽ അപ്പൊ ശ്രവണം കേട്ടാ പോരെ. എന്താണ് ഈ പറഞ്ഞ ഇത് ലൈവായിട്ട് കേൾക്കണതിനാണ് അതിന്റെ കൂടുതൽ പവർ നമ്മൾ. അപ്പൊ അത് എനർജിയുടെ ഗുണം. അപ്പൊ കേൾക്കാനാണ് ആളുകളൊക്കെ അവസാനം കേൾക്കാൻ മാത്രമേ ആളുകൾ ഉണ്ടാവുള്ളൂ, വായിക്കാൻ ആരും ഉണ്ടാവില്ല. വായിക്കാൻ ആളുകൾ ഭയങ്കരമായിട്ട് കുറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഭാവിയിലേക്കുള്ള ഒരു എന്തില്ല, അതിനെ ഇങ്ങനെ ആലോചിച്ചത് ഇങ്ങനെ ആലോചിച്ചതിന്റെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുവലക അവിടുന്ന് എന്താണ് അവിടെ അത് പറയാം. അതുകൊണ്ട് പതനഭയം ഉണ്ടാവും. അതുകൊണ്ട് ദേവന്മാരോട് അതാണ് തട്ടിക്കൊണ്ടു പോകരുത്. ദേവലോകത്തെ കാര്യങ്ങൾക്ക് പതനഭയം ഉണ്ട്. കാര്യം നാളെ ആരും ടേക്കേഴ്സ് ഇല്ലെങ്കിൽ, ഫർദർ ടേക്കേഴ്സ് ആരും ഇല്ലെങ്കിൽ അവിടെ അത് ആ ചാപ്റ്റർ അവസാനിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഫർദർ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് നാളെ. ഇങ്ങനെ ഒറ്റയ്ക്ക് വായിക്കുക എന്നുള്ള ആളുകളെ ട്രെയിൻ ചെയ്യിക്കുക. അതുപോലെ തന്നെ ഭാവിയിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് വായിക്കുന്ന പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അപ്പം 4 പേര് 3 പേരൊക്കെ ചേർന്ന് വായിച്ചാലും ഒക്കെ കേൾക്കണാക്ക് ഒരേ എഫക്റ്റല്ലേ ചോദിക്കും ഈ പറഞ്ഞ ദേവന്മാർ. അപ്പൊ അതുകൊണ്ടാണ് ദേവന്മാർ തട്ടിക്കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയല്ല, ഒരാൾ വായിക്കുന്ന പ്രോഗ്രാമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഭാവിയിലേക്കുള്ള ഒരു എന്തുണ്ടാവുള്ളൂ. വായിക്കാൻ ആളുകൾ വേണ്ടേ. ഈ പറഞ്ഞ ദേവന്മാരിങ്ങനെ കുറച്ചാൾ കഴിഞ്ഞാൽ അപ്പൊ ഇത് കൊണ്ടു കിടക്കാൻ ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇച്ഛാശക്തിയുള്ള ആളുകൾ പറയും. എന്ത് പറയും, അപ്പൊ എല്ലുറപ്പുള്ള ആളുകൾ. അപ്പൊ ഈ അതിന്റെ വായിക്കുന്നവർക്ക് ഇതിന്റെ ഗുണം മുഴുവൻ കിട്ടൂല. എന്ന് പറഞ്ഞാൽ 4 പേര് 3 പേരൊക്കെ വായിക്കുമ്പോൾ അവർക്ക് അതിന്റെ മുഴുവൻ ഗുണം കിട്ടാണ്ടോ. അപ്പൊ അവർക്ക് ആ ഗ്രാജുവൽ അത് എന്താവും, ടേക്കേഴ്സ് ഇല്ലാണ്ട് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഒറ്റയ്ക്ക് വായിക്കുന്ന സംഗതിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം അതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള വേറെ കുറെ തത്വവിചാരങ്ങൾ. അതൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ NGDC പ്രമാണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. കഴിഞ്ഞ വീഡിയോയും ഓഡിയോയും വീഡിയോയും ഓഡിയോയും ഒക്കെ എല്ലാം NGDC പ്രമാണങ്ങളാണ്. ഇതൊന്നൊക്കെ നോ ഗ്യാരണ്ടി ദക്ഷിണോത്തര കോൺടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഗ്യാരണ്ടി ഇല്ല. കഥകൾ പോലെ കാര്യവസ്തുക്കളാണ്. ഓരോരോ കാര്യവസ്തുക്കളുടെ രസമാണ്. രസം, സിമുലേറ്റഡ് രസം എന്ന് പറയുന്ന മാതിരി. ഇത് അവനവൻ്റെ രസത്തിൽ മാത്രം എല്ലാവരും ശ്രമിക്കുക. ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവനവനായിട്ട് എല്ലാ കാര്യം എന്താണ് ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ആലോചിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്തു.
ഇപ്പൊ തൽക്കാലം പറയാനുള്ളൂ. നമ്മള് പാരായണം ചതുർത്ഥോധ്യായ രാജോവാച യാനി ചതുർത്ഥോധ്യായം 4ാം രാജോവാച യാനി യാനിഹ കർമാണി ചന്ദ ജന്മ കരോതി കർത്താവാപ്താനി ബ്രന്ദോ ഗുണാനന്ദ നാനും ക്രമിഷ്യന്തോ ഭാരതേ രാജാം തേ ഭൂമിനയ തദജ് അലേന നൈവാഖില ശക്തിധാംനാം പഞ്ചഭിരാത്മസൃഷ്ടേ വരം വിരാജം ദയയ്യ അസ്മിൻ അംശേന പുരുഷാവിധാനം നാരായണദേവ യത്കായ ഏഷ ഭുവനത്തെ സന്നിവേശോ യാസ്വേന്ദ്രിയൈ മോഭ ഏന്ദ്രിയാണി ജ്ഞാനം സദാ സദനസോ ബലമോജ ഏഹ ത്വാദ്ഭവ അധികത ഭാവ വിഷ്ണുതേജോ ഗജുഗജദ്മധേജോ ദ്രാഭ്യദ്യ ഏത്യദ്ഭവസ്ഥിതി ലയാത്മം ഭ്രാതുമസ്യ രക്ഷതുധൈര്യ ഏനകത്യാം നാരായണോ നരവിപ്രലബ്ധാൻ ക്ഷണവാച ഹയാരർമ്മയോദ്യാവിസ്ത ഹരിവരമിഷാവിദാംഗ്രേഭ്യോ വ്യംഗ്യമാഭമേടന്തി അന്യന്ത ഗണം ദരിവാക്യം യത്വാഭ്യസോ ഗണ അനന്ത സുമന്ദവാദേ പ്രേക്ഷണേ വിര വേദ്യാതമഹേജ്ഞം യജ്ഞാചക്രമക്രമം ദിദേവ യജമാനാൻ ബൈഠഭോ മദനം ദേവബദ്ധോ ഏനേതനോ പരേ ശൂന്യം ദ്വം ദേവത്യഭേദേ ദേവാദുപ്രീഡന ശിരസ അക്ഷണം ചോക്തീരാമധീരനികരാന്തപദൃത്നേ ത്വാം ഏവദാം ദൃക്താ ബഹവോ ദരായം ഓ ലംഘ്യ നവം ഇതാം ദം ദേയം ബലൻ ആദാന്തെ ദം തമക്താദേ നമൂർത്തേം തജഗാദഗ്നം തജ്ഞ നാസ്മാൻ ബാജഹീനം തേരം ചേത് ഓദയാൻ ലജം തേ ഗോഡ് ജന്ദേ തചരപ്തച്ഛ രോ സുജന്ദേ ഏത് പ്രജ്ഞതാം രാം ദയോ ഭുദർശനാശ്യാമം ൃണം ചിതാ ഹൃദയേഭ്യോ ദേവാനുഷ്യാം ജീവ പേണേന മഹാസ്താസാം ഉപദാര്യ ഹസ്ത്രീയം നാഹ ഏവ ദേവേ നൈവ ഹസാ കദമാം ധാം അന്നാം രവഷ്ണാം ഭൂമിത്യാദേനം ശ്രേഷ്ഠാം ം ധ്യായോ ഇന്ദ്രായം നാരായണബലം മേഘം ഭഗവാൻ ശിവായ ഭഗതം പ്രലയാതെ